ഈ ഗാസയിലെ അവിടെ യുദ്ധമൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ടതും അവിടെ ആളുകളൊക്കെ മരിക്കുന്നതും വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം വരുന്നത് യുക്രൈനിലാണ്. അവിടെ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തി. ട്രംപിന്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു എന്നാണ് വൈറ്റ് ഹൗസ് പറഞ്ഞത്. 30 ദിവസത്തേക്ക് ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ആക്രമണങ്ങളിൽ നിന്ന് ഇരു രാജ്യങ്ങളും വിട്ടുനിൽക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം പുടിൻ അംഗീകരിച്ചു. യുക്രൈനിൽ വെടിനിർത്തൽ സാധ്യത സംബന്ധിച്ച ട്രംപും പുടിനും നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഈ അംഗീകാരം. ഊർജ്ജ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ വെടിനിർത്തൽ നടപ്പാക്കി സമാധാന ശ്രമങ്ങൾ പുനരാരംഭിക്കാമെന്ന് ട്രംപും പുടിനും ചർച്ചയിൽ സമ്മതിച്ചു. പരിപൂർണവും ശാശ്വതവുമായ സമാധാനം ലക്ഷ്യമിട്ട് കരിങ്കടലിൽ നടക്കുന്ന സൈനിക അഭ്യാസവും നിർത്തലാക്കും. മിഡിൽ ഈസ്റ്റിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. മിഡിൽ ഈസ്റ്റ് എന്നത് ഭാവിയിലെ സംഘർഷങ്ങൾ തടയുന്നതിനുള്ള സഹകരണത്തിനുള്ള മേഖലയാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഇറാൻ ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വളരരുതെന്നും ആയുധങ്ങളുടെ വ്യാപനം തടയുന്നതിന് നടപടികൾ ഉണ്ടാകേണ്ടതിനെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. US-ഉം റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാനും 1.5 മണിക്കൂർ നീണ്ട ചർച്ചയിൽ തീരുമാനമായി. അതേസമയം ചർച്ചയിൽ റഷ്യ ചില ഉപാധികൾ മുന്നോട്ട് വച്ചു. യുക്രൈനിനുള്ള വിദേശ സൈനിക സഹായം പൂർണ്ണമായും നിർത്തലാക്കണമെന്നും കൈവിലേക്ക് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറരുതെന്നുമായിരുന്നു പുടിന്റെ ഉപാധി. അതിനിടെ 30 ദിവസത്തേക്ക് ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ നിന്ന് ഇരു രാജ്യങ്ങളും വിട്ടുനിൽക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം പുടിൻ അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച് അദ്ദേഹം സൈന്യത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ബുധനാഴ്ച ഇരു രാജ്യങ്ങളും 175 തടവുകാരെ വീതം കൈമാറ്റം ചെയ്യുമെന്ന പ്രഖ്യാപനവും നടത്തി. റഷ്യൻ മെഡിക്കൽ സ്ഥാപനങ്ങളിൽ ചികിത്സയിൽ കഴിയുന്ന ഗുരുതരമായി പരിക്കേറ്റ 23 യുക്രൈനിയൻ സൈനികരെ കൈമാറാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.